ഒരു കല്യാണം കഴിയുമ്പോഴേക്കും കുടുംബ കുത്തുവാള എടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ പല കല്യാണങ്ങളും നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റു റീൽസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു കല്യാണത്തിന് കല്യാണം ഉറപ്പിക്കൽ, എൻഗേജ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, മിഠായി കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങ്. അതിന് വേണ്ടിയിട്ട് ഒരു ലോഡ് ചോക്ലേറ്റ്സും അതിനകത്ത് ഐഫോണും വെച്ചിട്ടാണ് ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കൻ പോകുന്നത് ഇത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഐഫോൺ കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് മാത്രം എൻഗേജ്മെന്റ് തയ്യാറാകുന്ന പെൺകുട്ടികളാണ്. ഇതുകൊണ്ട് കഴിയില്ല. ഈ കല്യാണം നമുക്ക് പഴയൊന്നുമല്ല. പണ്ടൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടാവും, പിറ്റേ ദിവസം കല്യാണം, പിന്നെ റിസപ്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് സജീവമായി പിന്നെ മഞ്ഞ കല്യാണം, പച്ച കല്യാണം, നീല കല്യാണം, കൂൾ ഡേ, ബ്രൈഡ് ടു ബി ഡേ, അതുപോലെ അറേബ്യൻ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ആഘോഷങ്ങളാണ്. ഈ തോന്നിയാസങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്ക പെണ്ണിന്റെ വീട്ടുകാരുടെ കയ്യിലും ചെറുക്കന്റെ വീട്ടുകാരുടെ കയ്യിലും 5 പൈസ ഉണ്ടാവില്ല. ഉള്ളതെല്ലാം ഈ അനാവശ്യമായിട്ട് കല്യാണത്തിന് പൊടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഞാനങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം അറിയില്ല. എന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഈ പരിപാടികൾ കാണിക്കുന്നത് മലബാർ ഏരിയയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ്. എന്നിട്ട് അത് കണ്ടിട്ട് കോപ്പി ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഇത് കാണിക്കുന്നു. ഈ മലബാർ ഏരിയയിൽ, അതായത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ ഒരു ഏരിയയുടെ ഒരു കൾച്ചർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പൊ അനാവശ്യമായിട്ട് ഇത്രയും പൈസ അടിച്ചു പൊടിച്ച് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കാം. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആ പൈസ ഉപയോഗിക്കാം. ബേസിക് ആയിട്ട് ഡീസന്റ് ആയിട്ട് കല്യാണം നടത്തുക, അനാവശ്യമായിട്ടുള്ള ഈ പച്ച മഞ്ഞ നീല കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരാഴ്ച നീണ്ടേക്കുന്ന ഒരു മാരത്തോൺ ഫെസ്റ്റിവൽ ഒക്കെ ഒഴിവാക്കിയിട്ട് അതേസമയം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെലവഴിക്കാം. ആ ന്യൂലി മാരീഡ് കപ്പിൾസിന് ഒരു ലോങ് ട്രിപ്പ് പോകാം, അവർ തമ്മിലുള്ള ബോണ്ട് കൂട്ടാനും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് വർദ്ധിപ്പിക്കാനും അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും അത് വർത്ത് ഇൻവെസ്റ്റിംഗ് ആണ്. അതേസമയം നിങ്ങളൊന്ന് ആലോചിക്കും, പലതരത്തിലുള്ള ഇത്രയും ആഡംബരമായിട്ട് ലക്ഷങ്ങൾ ഓടിച്ചു വാങ്ങി കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും തികയ്ക്കാതെ ഡൈവോഴ്സ് ആകുന്ന ഒരുപാട് പേരാണ്. ഇപ്പൊ നിങ്ങൾ പല മാട്രിമോണി സൈറ്റും തന്നെ നോക്കുകയാണെങ്കിൽ നിക്കാഹ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രൊഫൈൽസ് കാണും. അതിൽ ഏറ്റവും കൂടുതൽ മലബാർ സൈഡിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ കല്യാണം ആഡംബരമായിട്ട് നടത്തുക എന്നുള്ളതല്ല, അവരുമായിട്ട് നല്ലൊരു ലൈഫ് ജേണി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അല്ല ഇത്രയും ആഡംബരം കാണിച്ച് നാട്ടുകാരെ ബോധിപ്പിച്ച് കുറെ പൈസ പൊടിച്ച് വാങ്ങി കല്യാണം കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒരു മാച്ചും ഇല്ല, ദിവസവും അടിയാണെങ്കിൽ നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും. നിങ്ങൾ തന്നെ കാണുന്നുണ്ട് പല പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ന്യൂസുകൾ കാണും. വീട്ടുകാർ ഇതുപോലെ വളരെ ആഡംബരമായിട്ട് നടത്തിയിട്ടുള്ള കല്യാണമാണ്. കൊടുത്ത കാലം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യുന്ന ആളുടെ കാര്യമൊക്കെ ന്യൂസ് നമ്മൾ കണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കാം. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ട്രോമ പോലെ വന്നിരിക്കാം. വലിയ സ്ത്രീധനം വാങ്ങിക്കാൻ, സ്ത്രീധനം വേണമെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിയുകയാണെങ്കിൽ പെൺകുട്ടി ഒരു ഐഫോൺ വേണം, 10 ബോക്സ് ചോക്ലേറ്റ് വേണമെന്നൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 25,000 രൂപയ്ക്കായാലും കമ്പനി ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ടവനായിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ നെഞ്ചിടിക്കും. സോ ഉള്ളവൻ പലതും കാണിക്കും. അത് കണ്ടിട്ട് ഇല്ലാത്തവൻ അതുപോലെ ചാടാൻ പോയി കഴിഞ്ഞാൽ ജീവിതം ലോക പരാജയമായിട്ട് മാറും. സോ പെർസ്പെക്റ്റീവ് ഓഫ് മാരീഡ് ലൈഫ്, ആ ഒരു മാരീഡ് ലൈഫിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതുപോലുള്ള ഒരുപാട് റീലുകളും കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുക, ഐഫോൺ കൊടുക്കുക, പച്ച കല്യാണം നടത്തുക, ഹൽദി ഡേ നടത്തുക, പൂൾ പാർട്ടി നടത്തുക, അറേബ്യൻ നൈറ്റ് നടത്തുക. പേഴ്സണലി എനിക്കിതൊന്നും യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. പക്ഷെ ഞാൻ അൺമാരീഡ് ആണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്. അപ്പൊ നാളെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവരെ വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്റെ പൈസയല്ല. അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പൈസയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ കയറി അത്രയും ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കും. എനിക്ക് എന്റെ കാര്യം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഇങ്ങനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അവരവർ സ്വയം മാറേണ്ട കാര്യമാണ്. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അപ്പൊ ഇനിയുള്ള നമ്മുടെ ഈ ജനറേഷനെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഈ അത്യാർഭാടകരമായിട്ടുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ലൈഫിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ എന്തായാലും ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. കുറെ